ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 18. യഥാ വിനിയതം ചിത്ത മാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. വിവർത്തനം: യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു. ഭാവാർത്ഥം: ഒരു യോഗിയുടെ പ്രവർത്തികൾക്ക് മറ്റു മനുഷ്യരുടെ ചെയ്തികളുമായുള്ള വ്യത്യാസം അവയെ യാതൊരു ഭൗതിക അഭിലാഷവും ലൈംഗിക ആസക്തി വിശേഷിച്ചും തീണ്ടാറില്ലെന്നതാണ്. ഭൗതിക ആഗ്രഹങ്ങൾക്കൊന്നിനും ശല്യപ്പെടുത്താനാവാത്ത വിധം സുനിയന്ത്രിതങ്ങളായിരിക്കും ഒരു തികഞ്ഞ യോഗിയുടെ മാനസിക വൃത്തികൾ. ഈ പരിപൂർണ അവസ്ഥയിൽ കൃഷ്ണാവബോധമുള്ളവർക്ക് സ്വാഭാവികമായി തന്നെ എത്തിച്ചേരാം. ഭാഗവതത്തിൽ 9:4-18-20 ഇത് പറയുന്നുണ്ട്. സവൈ മന കൃഷ്ണപാദാരവിന്ദയോ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരൗ ഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരച്യുത സത്കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തദ്ഭൃത്യ ഗാത്രസ്പർശേക സംഖമം ഘ്രാണം തത് പാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാ രസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്ര പദാനുസർപ്പണേ ശിരോ ഹൃഷികേശ പാദാഭിവന്ദനേ കാമം ച ദാസ്യേനതു കാമകാമേയ യഥോത്തമ ശ്ലോക ജനാശ്രയാ രതിഹി. അംബരീഷ മഹാരാജാവ് ആദ്യമായി തൻ്റെ മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. പിന്നെ അവിടുത്തെ ദിവ്യഗുണങ്ങളെ പുകഴ്ത്താനായി തൻ്റെ വാക്കുകളും ഭഗവത് ക്ഷേത്ര ശുചീകരണത്തിനായി കൈകളും ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ കർണങ്ങൾ കൃഷ്ണ ഭഗവാന്റെ കഥാശ്രവണത്തിലും കണ്ണുകൾ ദിവ്യമായ ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്നതിലും ശരീരം ഭക്തന്മാരെ സ്പർശിക്കുന്നതിലും ഏർപ്പെട്ടു. ഘ്രാണേന്ദ്രിയം ഭഗവാൻ അർപ്പിച്ച താമരപ്പൂക്കളുടെ സൗരഭ്യത്തിലും നാവ് തൃക്കാൽക്കൽ അർപ്പിക്കപ്പെട്ട തുളസീദളങ്ങളുടെ ആസ്വാദനത്തിലും മുഴുകി. ആ രാജാവിൻ്റെ കാലുകൾ ഭഗവത് ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയിലും ശിരസ് തിരുമുമ്പിൽ പ്രണമിക്കുന്നതിലും അഭിലാഷങ്ങൾ അവിടുത്തെ ആജ്ഞകൾ നിറവേറ്റുന്നതിലും തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു തികഞ്ഞ ഭക്തൻ്റെ ലക്ഷണങ്ങളാണ് ഈ അഭൗതിക പ്രവർത്തികളെല്ലാം. ഇങ്ങനെയൊരു അതീന്ദ്രിയ അവസ്ഥ സ്വാനുഭവത്തിലൂടെ തെളിയിക്കാൻ അവ്യക്തഗത ബ്രഹ്മോപാസകർക്ക് സാധിച്ചെന്നു വരില്ല. പക്ഷേ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് അനായാസം അത് സാധിക്കുമെന്ന് അംബരീഷ മഹാരാജാവിൻ്റെ ജീവിതചര്യയെക്കുറിച്ചുള്ള ഈ വിവരണം സ്പഷ്ടമാക്കുന്നു. നിരന്തര സ്മൃതി കൊണ്ട് മനസ്സ് ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഉറച്ചു കഴിഞ്ഞവർക്കേ അത്തരം അതീന്ദ്രിയ സ്ഥിതി പുലർത്താനാകൂ. ഭക്തിഭരിതമായ പ്രവർത്തനത്തിൽ മേൽപ്പറഞ്ഞ പ്രക്രിയകളെ അർച്ചന അഥവാ സർവേന്ദ്രിയങ്ങളും സേവനത്തിനായി ഉപയോഗിക്കൽ എന്നു വിശേഷിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും സ്വപ്രവൃത്തികളിൽ വ്യാപൃതമാക്കാൻ ശ്രമിക്കും. വെറും പരിത്യാഗം പ്രായോഗികമല്ല. അതിനാൽ സാമാന്യ ജനങ്ങൾക്ക്, വിശേഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കാത്തവർക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മുൻ പറഞ്ഞതുപോലെ അതീന്ദ്രിയ വൃത്തികളിൽ വ്യാപരിപ്പിക്കുന്നത് പൂർണ്ണമായ ആധ്യാത്മിക നേട്ടത്തിനുള്ള പ്രക്രിയയാണ്. ഇതിനെ ഭഗവത്ഗീത യുക്തം എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്ലോകം 19. യഥാ ദീപോ നിവാതസ്ഥോ നേങ്കതേ സോപമാ സ്മൃതാ യോഗിനോ യതചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. വിവർത്തനം: കാറ്റു തട്ടാത്ത ഒരിടത്ത് വെച്ച് ചാഞ്ചല്യമില്ലാത്ത ദീപനാളം പോലെയാണ് മനസ്സിനെ നിയന്ത്രിച്ച യോഗി.
അദ്ദേഹം നിരന്തരം അതീന്ദ്രിയ സത്തയിൽ ധ്യാനമുറപ്പിച്ച് അക്ഷുബ്ധനായി നിലകൊള്ളും. ഭാവാർത്ഥം: സ്വസ്ഥനായി ഭഗവത് ധ്യാനത്തിൽ നിരന്തരം മുഴുകിയിരിക്കുന്ന ഒരു യഥാർത്ഥ കൃഷ്ണഭക്തൻ കാറ്റുകടക്കാത്ത സ്ഥലത്ത് വച്ച ദീപനാളം പോലെ അചഞ്ചലനായിരിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.